1 യോഹന്നാൻ അധ്യായം 4. പ്രിയരെ, അനേകം കള്ളപ്രവാചകർ ലോകത്തിലേക്ക് കടന്നിട്ടുള്ളതിനാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്നറിയേണ്ടതിന് അവയെ ശോധന ചെയ്യും. ദൈവാത്മാവിനെ ഇങ്ങനെ തിരിച്ചറിയാം: യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയുന്ന ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതാകും. യേശുവിനെ ഏറ്റുപറയാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകും. അത് വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണല്ലോ. അവർ ലൗകികരാണ്, ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരത്രേ. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവിനെയും വ്യാജത്തിന്റെ ആത്മാവിനെയും ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം. പ്രിയരെ, നാം അന്യോന്യം സ്നേഹിക്കുക. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതത്രേ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിഞ്ഞുമിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. ദൈവം സ്നേഹം തന്നെ. തന്റെ ഏകജാതനായ പുത്രനിലൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവം അദ്ദേഹത്തെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തയാഗമായി അയച്ചത് തന്നെയാണ് സാക്ഷാൽ സ്നേഹം. പ്രിയരെ, ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതത്രേ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുകയും ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ നാം ദൈവത്തിലും അവിടുന്ന് നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചുവെന്നത് ഞങ്ങൾ കാണുകയും സാക്ഷിക്കുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. നാമും ലോകത്തിൽ അവിടത്തെ പോലെ ആയിരിക്കുന്നത് കൊണ്ട് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഈ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, എന്നാൽ സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയം ശിക്ഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ നാമും സ്നേഹിക്കുന്നു. ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ കള്ളനാണ്. എന്തെന്നാൽ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്നുള്ള ഈ കൽപ്പന അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു.